Good morning, students. Plus 2 Sambathika Shastra online class like ella vidyarthikaleyum swagatham cheyunu. We have already completed the first chapter of microeconomics. Sukshma Sambathika Shastrathinte ഒന്നാമത്തെ പാഠം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. Now we are going to discuss macroeconomic theory. The first chapter of macroeconomics, that is introduction to macroeconomic theory. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഒന്നാമത്തെ പാഠഭാഗത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. So you know what is the definition of microeconomics? Microeconomics can be defined as the study of the economic behavior of individual units. ഒരു സമ്പദ്ഘടനയുടെ വ്യക്തിഗത യൂണിറ്റുകളുടെ സാമ്പത്തിക സ്വഭാവത്തെക്കുറിച്ച് പഠിക്കുന്നതാണ് മൈക്രോ ഇക്കണോമിക് തിയറി അഥവാ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം. You know which are the individual economic units or micro units? Consumers, producers, etc. These are the economic units, individual economic units. And what are their objectives? എന്തായിരിക്കും ഈ ഇൻഡിവിജ്വൽ എക്കണോമിക് യൂണിറ്റ്സിൻ്റെ പ്രൊഡ്യൂസേഴ്സിൻ്റെയും കൺസ്യൂമേഴ്സിൻ്റെയും ഒക്കെ ലക്ഷ്യങ്ങൾ? They are only concerned about their personal satisfaction, or they are only concerned about the profit. So for example, the consumers in an economy is only concerned about their personal satisfaction while they consume a good. ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം ഒരു വസ്തു വാങ്ങുമ്പോൾ ലഭിക്കുന്ന സംതൃപ്തിയെക്കുറിച്ച് മാത്രമായിരിക്കും ഉപഭോക്താവ് ചിന്തിക്കുക. വാട്ട് അബൌട്ട് ദ പ്രൊഡ്യൂസേഴ്സ്? ഒരു ഉൽപാദകനോ? ഹി ഈസ് കൺസേൺഡ് ഓൺലി അബൌട്ട് ദ പ്രോഫിറ്റ് ഹി ഗെറ്റ്സ്. ലാഭത്തെക്കുറിച്ച് മാത്രമായിരിക്കും ഒരു ഉൽപാദകൻ ചിന്തിക്കുക. ഓക്കെ, സോ ദീസ് ഡിസിഷൻ മേക്കേഴ്സ് are only concerned about their own well-being. And in microeconomic theory, we are studying the behavior of these individual economic units and about their objectives. And microeconomic theory doesn't concern about the larger phenomena affecting the economy, such as employment, inflation, പണപ്പെരുപ്പം, തൊഴിൽ, ഇത്തരത്തിലുള്ള ഇക്കോണമിയെ ബാധിക്കുന്ന മാക്രോ ഫിനോമിന മാക്രോ മീൻസ് വെരി ബിഗ്. അത്തരത്തിലുള്ള വലിയ ഫിനോമിനൻസിനെ കുറിച്ചൊന്നും മൈക്രോ എക്കണോമിക് തിയറിയിൽ പഠിക്കുന്നില്ല. സോ ഹിയർ കംസ് മാക്രോ എക്കണോമിക് തിയറി. സോ മാക്രോ എക്കണോമിക് തിയറി ട്രൈസ് ടു അഡ്രസ് ദ സിറ്റുവേഷൻ ഫേസിങ് ദ ഇക്കോണമി ആസ് എ ഹോൾ. ഒരു സമ്പദ്ഘടന മുഴുവനായിട്ടും അനുഭവിക്കുന്ന സാമ്പത്തിക സ്ഥിതിഗതികളെക്കുറിച്ചും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെയാണ് മാക്രോ എക്കണോമിക്സ് പഠിക്കുന്നത്. അഥവാ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം ഒരു സമ്പദ്ഘടനയെ മൊത്തമായി എടുത്ത് പഠിക്കുന്നു. സോ ഇറ്റ് ട്രൈസ് ടു അഡ്രസ് ദ സിറ്റുവേഷൻ ഫേസിങ് ദ ഇക്കോണമി ആസ് എ ഹോൾ. സമ്പദ്ഘടനയെ മുഴുവനായിട്ട് ബാധിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ജനറൽ പ്രൈസ് ലെവൽ, പൊതു നിലവാരം, വിലയുടെ ജനറൽ പ്രൈസ് ലെവൽ മീൻസ് വില നിലവാരം, പൊതു വില നിലവാരത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ വെദർ ദ പ്രൈസ് ഈസ് കമ്മിങ് ഡൗൺ ഓർ വെദർ ദ പ്രൈസ് ഈസ് ഗോയിങ് അപ്പ്, മൊത്തത്തിലുള്ള വില, ഒരു എല്ലാ വസ്തുക്കളുടെയും വില താഴോട്ടാണോ പോകുന്നത്, വെദർ ഇറ്റ് ഈസ് മുകളിലോട്ടാണോ, ഈ ഒരു പഠനം ബാധിക്കുമ്പോൾ ഇറ്റ് അഫക്ട്സ് ദ ഇക്കോണമി ആസ് എ ഹോൾ. ഒരു സമ്പദ്ഘടനയെ മുഴുവനായിട്ട് ബാധിക്കുന്നതാണ് വില നിലവാരത്തിൻ്റെ അവസ്ഥ. സോ വെൻ വി സ്റ്റഡി ദ ജനറൽ പ്രൈസ് ലെവൽ, ഇറ്റ് കംസ് അണ്ടർ മാക്രോ എക്കണോമിക്സ്. അത് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിലാണ് വരുന്നത്. ആൻഡ് ലൈക്ക് ദാറ്റ് എംപ്ലോയ്മെന്റ് കണ്ടീഷൻ, തൊഴിൽ നിലവാരത്തിൻ്റെ അവസ്ഥ എന്താണ്, whether the employment for the people is worsening or it is getting better, തൊഴിൽ അവസ്ഥ കൂടുന്നുണ്ടോ, തൊഴിലിൻ്റെ എല്ലാവർക്കും ജോലി കിട്ടുന്നുണ്ടോ, അതോ അൺഎംപ്ലോയ്മെൻ്റ് ആണോ രാജ്യത്തുണ്ടാവുന്നത്, ഇത് മൊത്തത്തിൽ ബാധിക്കുന്ന പ്രശ്നമാണ്. ദാറ്റ് ഇസ് സബ്ജക്ട് മാറ്റർ ഓഫ് മാക്രോ എക്കണോമിക്സ്. ആൻഡ് what are the steps we have to take to improve the economy as a whole? ഒരു സമ്പദ്ഘടനയെ മുഴുവനായിട്ടും ഒരു പ്രോസ്പെരിറ്റിയിലേക്ക് നയിക്കാൻ നമ്മൾ എന്തെല്ലാം സ്റ്റെപ്സ്, എന്തെല്ലാം മെഷേഴ്സ് നമ്മൾ എടുക്കണം? സോ ദീസ് ആർ ഓൾ
comes under the macroeconomic study. So what the macroeconomics tries to address? The macroeconomics tries to address the situation facing the economy as a whole. സമ്പദ്ഘടനയെ മൊത്തത്തിൽ ബാധിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് മാക്രോഎക്കണോമിക്സ്. Example, about when we study about general price level, or when we study about the employment condition, or the steps we have to take to improve the economy. These are all the subject matter of macroeconomics. And you know, in microeconomics, the decision makers are individual agents, for example, producers and consumers. But who are the decision makers in macroeconomic theory? ഒരു സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്ര പഠനത്തിൽ നമ്മൾ കണ്ടു ഉപഭോക്താവും അതുപോലെ തന്നെ ഉൽപാദകരും ഒക്കെയാവും തീരുമാനങ്ങൾ എടുക്കുന്നത്. ഓക്കെ, പക്ഷേ മാക്രോ എക്കണോമിക് തിയറിയിൽ അല്ലെങ്കിൽ മാക്രോ എക്കണോമിക് പോളിസീസ് ഒരു സ്ഥൂല സാമ്പത്തിക നയങ്ങൾ എടുക്കുന്ന ആൾ ഇൻഡിവിജ്വൽ ഇക്കണോമിക് ഏജൻസ് ആയിരിക്കില്ല. ഇറ്റ് വിൽ ബി സം വാട്ട് ലൈക്ക് സ്റ്റേറ്റ്, ഒരു ഗവൺമെൻറ് ആയിരിക്കും ചിലപ്പോൾ. അതല്ലെങ്കിൽ മറ്റ് ബോഡീസ് ലൈക്ക് ഇൻ ഇന്ത്യ RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഓർ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബി, അങ്ങനത്തെ ബോഡീസ് ആയിരിക്കും. ഇറ്റ്സ് നോട്ട് ബി എൻ ഇൻഡിവിജ്വൽ. അങ്ങനത്തെ ബോഡീസ് ആയിരിക്കും ഈ നയങ്ങൾ രൂപീകരിക്കുക. Which policies? Macroeconomic policies are pursued by the state itself, not a particular individual. Okay, like in India, like RBI, SEBI, these are all the bodies which take the macroeconomic policies. അതായത് എക്കോണമിയെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ എന്ത് നടപടി സ്വീകരിക്കണം, എന്ത് നയമാണ് സ്വീകരിക്കേണ്ടത്, ഇതെല്ലാം തീരുമാനിക്കുന്നത് ആ ഗവൺമെൻറ് തന്നെയായിരിക്കും, അഥവാ മറ്റ് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ലൈക്ക് RBI, SEBI, etc. Okay, and you know, these are the decision makers. So government is the decision maker, a state is the decision maker. And you know, the objective of a decision maker in microeconomic theory, such as producers and consumers, they are only concerned about their well-being or their satisfaction, their profit. But the macroeconomic decision makers aims for the welfare of the country. ഒരു രാജ്യത്തിൻ്റെ ക്ഷേമത്തെക്കുറിച്ചും രാജ്യത്തിൻ്റെ പ്രോസ്പെരിറ്റിയെക്കുറിച്ചും ഒക്കെ ആയിരിക്കും മാക്രോ എക്കണോമിക് ഡിസിഷൻ മേക്കറുടെ ലക്ഷ്യം. Macroeconomic decision makers took decisions to improve the welfare of the economy as a whole. While microeconomic theory, the decision makers in microeconomic theory, decision makers are only interested in their own profit. But here in the macroeconomic decision makers are interested in improving the welfare of the people or welfare of the country as a whole. So that is the subject matter of macroeconomic theory. Macroeconomic theory tries to address the situation facing the economy as a whole, like general price level, employment situation, steps needed to improve the health of the economy. And the decision makers in macroeconomic theory will be the state itself or other statutory bodies like RBI or SEBI. And their objectives, no personal objectives for them. They are interested in attaining the welfare of the people or the nation as a whole. Okay. So in the next class we are going to discuss the emergence of macroeconomics as a subject. ഈ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ആവിർഭാവം ഒരു പ്രത്യേക വിഷയമായിട്ട് ഈ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം ആവിർഭവിച്ചത് എങ്ങനെയാണ്? The emergence of macroeconomics. That we will discuss in the next class. Till then, goodbye.